ഹലോ, എൻ്റെ പേര് ഗൗതം ശശി. ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പണ്ട് തൊട്ടേ ഒരു തോൽവിയായിട്ടുള്ള ഒരാളാണ്. കാരണം എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഈ പരിപാടി തന്നെയാണ്. കാരണം ഞാൻ പണ്ട് പഠിക്കുന്ന കാലം തൊട്ട് എൻ്റെ ടീച്ചർമാർ എന്നെ ചന്ന പിന്നെടുത്തിട്ട് അടിക്കുമായിരുന്നു. ഞാൻ ക്ലാസ്സിൽ ഇത്തിരി ബോളുള്ള പയ്യനായിരുന്നു, അഴുക്കപ്പയ്യായിരുന്നു. സംസാരിക്കാതിരിക്കാൻ പറയുമ്പോൾ കിടന്ന് സംസാരം. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് അഭിനയിക്കാൻ കഴിവുള്ളവർക്ക് മുഖത്ത് കഴിവ് കൊടുക്കും, ഡാൻസ് കളിക്കാൻ അറിയുള്ളവർക്ക് ശരീരത്തിൽ കഴിവും, നിനക്ക് ദൈവം വായിലാണ് കഴിവെന്ന് പറഞ്ഞു. ഇപ്പോൾ അവന് പുത്തിരി കണ്ടത് വാ വെച്ചാണ് അവൻ ജീവിക്കുന്നത്. കാരണം പിള്ളേർ കിടന്ന് കറിയുമ്പോഴത്തേക്ക് ബലൂൺ ഊതി ഉറപ്പിച്ച് വിറ്റ് പിള്ളേർക്ക് അവൻ എങ്ങനെ ജീവിച്ച് അവനും പോകണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് ജനിച്ചപ്പോൾ തൊട്ടേ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പടി എപ്പോഴും പടി എന്ന് പറഞ്ഞു. കാരണം എൻ്റെ ക്ലാസ്സിൽ പഠിച്ചൊരു പയ്യുണ്ട്, അവൻ എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് താമസിച്ചത്. അപ്പോൾ അവൻ രാവിലെ ഈ വെള്ളം കൂടുതൽ കുടിക്കണമെന്നാണ് അറിഞ്ഞൂടാ, മൂത്രം വയ്ക്കാൻ പോകും രാവിലെ 3 മണിക്ക്. അപ്പോൾ ലൈറ്റ് ഇടുമ്പോൾ എൻ്റെ അമ്മ പറയുന്നത് നീ കിടന്ന് ഉറങ്ങും, അവൻ കിടന്ന് പഠിക്കാണ്ട എന്ന് പറയും. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഒടുക്കത്തെ മൂത്രം ഉറപ്പാണ് എനിക്ക് കിടക്കാൻ പുറത്തില്ല. ഞാൻ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് അവിടെ അസംബ്ലി നടക്കും. അസംബ്ലി എന്ന് പറയുമ്പോഴത്തേക്ക് ചാള അടുക്കിയിട്ട് പോലെ കുറേ പിള്ളേരെ നിർത്തും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് പൊക്കമുള്ളവരെ പിടിച്ച് ബാക്കിലും പാരമ്പര്യമായിട്ട് പൊക്കമില്ലാത്തവരെ പിടിച്ച് ഫ്രണ്ടിലേക്ക് നിർത്തും. സത്യം അവിടെയാണ് ആദ്യത്തെ പാർഷ്യൽ കിടക്കണം. ഞാനൊക്കെ പ്രിൻസിപ്പളിൻ്റെ അണ്ണാക്കിലാണ് നിൽക്കണം. ഇങ്ങനെ സംസാരിച്ചിരുന്നത് ഞാൻ നനയും. കാരണം ഇങ്ങനെ തുപ്പൽ സംഭവം തെറിക്കണോണ്ട് ഞാൻ നനയും. സത്യം ഇത് കഴിഞ്ഞിട്ട് കുറേ പിള്ളേർ തലറിഞ്ഞേക്ക് വീഴും. കാരണം ഉച്ചവെയിൽ ഉച്ചയിലടിച്ച് നിൽക്കുകയല്ലേ, അപ്പോഴത്തേക്ക് കുറേ പേര് തലറിയും. അപ്പോൾ ടീച്ചർ ചുമ്മാ കള്ളത്തരമാണ് അസംബ്ലിക്ക് നിൽക്കാൻ മടിയുണ്ടാണെന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരൊക്കെയാണ് ഈ വെയിലടിച്ച് തലറിഞ്ഞ് വീഴുമ്പോൾ സൺ കിസ്ഡ് എന്ന് ഇടും. നമ്മളൊക്കെയാണെങ്കിൽ സൺ ഡ്രൈവ്ഡ് എന്ന് ഇടും. കാരണം എല്ലാവരും തലറിഞ്ഞ് വീഴും. സത്യം ഇത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ പരീക്ഷ വരും. പരീക്ഷ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത കാര്യമാണ്. കാരണം എല്ലാവരും പേടിക്കുന്ന സംഭവമാണ് പരീക്ഷ. 3 തരത്തിലുള്ള പിള്ളേരാണ് പരീക്ഷ തരണം. ഫ്രണ്ട് ബെഞ്ചർ എന്ന് പറഞ്ഞാൽ സ്വന്തം വിശ്വാസത്തിൽ അർപ്പിച്ച് പോയിരുന്ന പരീക്ഷ തന്ന പിള്ളേരുണ്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ബെഞ്ചർ എന്ന് വെച്ചാൽ സ്വന്തം വിശ്വാസത്തിലും കുറച്ച് തുണ്ടിലും പോയി വിശ്വസിച്ച് വരുന്ന പരീക്ഷ ആണ്. പിന്നെ മൂന്നാമത് എന്നെ പോലത്തെ കുറച്ച് പിള്ളേരുണ്ട് ലാസ്റ്റ് ബെഞ്ചർ. അവരൊക്കെ എല്ലാം ദൈവത്തിന് സമർപ്പിച്ചിട്ട് പോയി പരീക്ഷ. ഞാനൊക്കെ ദൈവമേ എന്ന് വിളിച്ചിട്ടാണ് പോയിരുന്ന പരീക്ഷ തന്നത്. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ സ്കൂളിൽ ജയിച്ച് സത്യം പറഞ്ഞാൽ ജയിച്ച് എങ്ങനെയൊക്കെ എനിക്കറിഞ്ഞൂടാ ജയിച്ച് ദൈവം എനിക്ക് ജയിച്ച് സത്യം പറഞ്ഞാൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ എനിക്കൊരു മാമ ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ വീട്ടിൽ കൊണ്ട് ആടിനെ കെട്ടി ആടിൻ്റെ തുറന്ന് ഇവൻ ജയിക്കണതിൻ്റെ അന്ന് ബിടെക് എടുക്കണതിൻ്റെ അന്ന് നിന്നെ വെട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആടാണെങ്കിൽ അന്ന് എന്നൊരു ശബ്ദം ഉണ്ടായി. ഞാൻ വിചാരിച്ച ആടിൻ്റെ തൊണ്ടയിൽ എന്തൊരു കുഴ കുടുങ്ങിയെന്നാണ് വിചാരിച്ചത്. 4 വർഷം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആടിന് 6th സെൻസ് ഉള്ള കാര്യം. കാരണം എനിക്ക് കിട്ടൂല നാടിന് അന്നേ മനസ്സിലായി. ഇപ്പം ഞാനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആടിനെ ദയനീയായിട്ട് നോക്കും. വല്ല എഴുതിയെടുക്കൂടെ എന്നുള്ള സെറ്റപ്പിൽ ഇങ്ങനെ നോക്കാം. കാരണം ആടിന് അസ്തമിക്കാനുള്ള സമയം കഴിഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാമ ഉണ്ടല്ലോ, ഈ മാമ എന്നും എൻ്റെ പേടി സ്വപ്നമായിരുന്നു. കാരണം എൻ്റെ നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ 2 മാമരാണ്. ഒന്ന് പഠിച്ച് നല്ല നിലയായ മാമനും ഒന്ന് പഠിക്കാതെ അഴുക്ക നിലയായ മാമനും. ഈ മാമ അഴുക്ക നിലയിലായില്ല. മാമൻ സത്യം പറഞ്ഞാൽ വലിയ പഠിക്കുന്ന ഒരാളല്ല. സത്യം പറഞ്ഞാൽ മാമ പഠിക്കാത്ത ഒരാളായിരുന്നു. കാരണം മാമ 5ാം ക്ലാസ്സിൽ 5 വർഷം കൊണ്ട് പഠിക്കുകയായിരുന്നു. അപ്പോൾ മാമൻ്റെ അച്ഛൻ പറഞ്ഞു നീ 5ാം ക്ലാസ്സിൽ 5 വർഷം കൊണ്ട് പഠിക്കണം, നിന്നെ പഠിപ്പിച്ച് ജയിപ്പിക്കാൻ കഴിവില്ലാത്ത ടീച്ചർമാർ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് ടീച്ചർമാർക്ക് കഴിവില്ലാത്തതുകൊണ്ട് പഠിത്തം നിർത്തിയാലാണ് എൻ്റെ മാമൻ. അപ്പൂപ്പനെന്ന് പറഞ്ഞാൽ മഴ പെയ്താൽ പോലും സ്കൂളിൻ്റെ ഷെഡിൽ കയറി നിൽക്കില്ല, അത്രയ്ക്ക് സ്കൂളിനോട് വെറുപ്പാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൂപ്പൻ പോളിയോ എടുത്തിട്ടില്ല സ്കൂളിൽ. കാരണം സ്കൂളിൽ വെച്ച് പോളിയോ എടുക്കാൻ പോലും പോയിട്ടില്ല അപ്പൂപ്പൻ. സത്യം പറഞ്ഞാൽ ഈ മാമനാണെങ്കിൽ ഇപ്പം സത്യം പറഞ്ഞാൽ മാമൻ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് മാമൻ ഇപ്പോൾ ഗെറ്റ് ടുഗദറാണല്ലോ ട്രെൻഡ്. അപ്പം മാമൻ 5ാം ക്ലാസ്സിൽ ഗെറ്റ് ടുഗദറിനെ വിളിച്ച് 5ാം ക്ലാസ്സിൽ ഗെറ്റ് ടുഗദർ തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ ഹോട്ടലിലാണ് മാമനെ വിളിച്ചത്. മാമന് ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ ലൈഫായിട്ട് ഒരു ബന്ധമില്ല. കാരണം ഒരു നാട്ടിൻപുറത്തൊരു സാധാരണപ്പെട്ട ഒരാളാണ് മാമനാണെങ്കിൽ സത്യം പറഞ്ഞാൽ വീട്ടിനകത്ത് കക്കൂസ് എന്നിട്ടൊന്നും ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിമാനം വന്നിട്ടില്ല. മാമ ഇപ്പോഴും സമയം നോക്കണം നിഴൽ നോക്കിയാണ്. അങ്ങനെ മാമൻ്റെ അടുത്തോണ്ട് ഗെറ്റ് ടുഗദറുണ്ട് നീ കൂടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ 5 സ്റ്റാർ ഹോട്ടൽ എന്നെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഞാൻ മാനായിട്ട് ബസ് കയറി തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ പോയി. ഹോട്ടലിൽ ചെന്നിറങ്ങിയപ്പോഴത്തേക്കും മാമൻ 2 5 സ്റ്റാർ തട്ട് വരെ പോയിട്ടുള്ളൂ. മാമൻ ചെന്ന് കയറിയപ്പോഴത്തേക്കും മാമൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും ഉണ്ട്. ഞാൻ മാമനെ കണ്ട് നമ്മൾ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും മാമൻ്റെ കൂട്ടുകാരൻ പറഞ്ഞേ വലിയ ആൾക്കാരൊക്കെ ഉള്ളതാണ്, നീ സൂക്ഷിച്ചൊക്കെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാം 100ൻ്റെ വക്കി നിൽക്കുന്ന ടീമുകൾ. ഒന്ന് കയ്യാകാലത്ത് തെന്നിക്കഴിഞ്ഞാൽ ഈ ബൊഫേ മാറ്റിയിട്ട് അവിടെ പയറിഞ്ഞ് വെക്കേണ്ടി വരും, അത്ര അവസ്ഥ. എന്നിട്ടാണ് അടുത്തൊരു മാമനാണെങ്കിൽ എന്തൊരു മുട്ടായി എന്നിട്ട് ഞാൻ എന്തിനാ ഇതിന് മാമത്ത് തരാൻ പറഞ്ഞ പ്രശ്നം ഗുളിയെന്ന്. സാധാരണ നമ്മൾ വലിയ ഹോട്ടലിൽ നല്ല മണമല്ലേ. ഞാനൊരു പൊട്ടൻ ചുക്കാതി പിന്നെ കുഴമ്പ് പിന്നെ സിറപ്പ് പിന്നെ മെഡിക്കൽ സ്റ്റോറിൻ്റെയൊക്കെ മണം ഫുള്ള് തലയടിച്ച് കയറി. അങ്ങനെ മാമൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ട് എല്ലാ ആഹാരവും കഴിക്കണം, കാരണം ഒന്ന് പാഴാക്കല്ലേ ഒന്നും വേസ്റ്റാക്കല്ലെന്ന് പറഞ്ഞു. അങ്ങനെ മാമനാണെങ്കിൽ ഒന്നുമില്ലാതെ എല്ലാം തിന്നു. മാമൻ എല്ലാം കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു സാധനം മാത്രം മാമൻ കഴിച്ചില്ല, ടൊമാറ്റോ സോസ് എടുത്തില്ല. കാരണം ആരും മുറുക്കി തുപ്പി വെച്ചിരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് കഴിച്ചൊരു സാധനം മാമൻ്റെ വയറ്റിന് ഓടിച്ചില്ല. അടുത്തിക്കണം മാമൻ തിന്നു നോക്കി എല്ലാം തിന്നു. അപ്പോൾ അതേ പറഞ്ഞാൽ ഈ പല്ലിക്കുന്ന സാധനം ടൂത്ത് പിക്ക് അതെടുത്ത് തിന്ന് മാമന്. മാമനാണെങ്കിൽ സെക്യൂരിറ്റി നോക്കിയപ്പോഴത്തേക്ക് മാമ നിന്ന് പമ്മണ്. ഇപ്പോൾ മാമ ഒരു വലിയൊരു കവാടം തുറന്ന് സെക്യൂരിറ്റി കയറ്റി വിട്ടു. ഇപ്പോൾ മാമ ഈ വഴി ഇറങ്ങിയായിരിക്കും വിളയെ പോകേണ്ടത്. കാരണം മാമൻ അറിഞ്ഞൂടല്ലോ വിള കണ്ടല്ലേ ശീലം. അങ്ങനെ മാമ ഈ കാലം കൂടെ ആയിട്ട് ബാത്റൂമിനകത്ത് പോയി. ബാത്റൂമിൽ പോയപ്പോഴത്തേക്ക് ചെന്ന് കയറി കൊടുത്ത് സെൻസർ പോയിട്ട് എല്ലാം പടപട ഓണായി. അയ്യോ എന്ന് വിളിയായിട്ട് ഞാൻ മൈൻഡ് ഇല്ല. അവൻ്റെ മാമൻ ടക്കനെ ഓടി ചെന്നിട്ട് ബാത്റൂമിനകത്ത് കയറി. ബാത്റൂമിൽ നിന്ന് അറിഞ്ഞൂടെ അവൻ കൂടാരത്തിനകത്ത് കയറി ചെന്ന് മാമൻ്റെ കൈ തട്ടി ഷവർ ഓണായി. മാമ ടക്കനെ വാർപ്പിച്ച് ഓർച്ചെന്ന് പറഞ്ഞുകൊണ്ട് കാലം കൂടെ നിർത്തി വിളിച്ച് മാമൻ ചാടി ഇറങ്ങി പുറത്തിറങ്ങി. അപ്പോൾ മാമൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം, ടക്കനെ ഇറങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ മാമനാണ് തുണി മാറാൻ വേണ്ടി നോക്കിയപ്പോൾ ചെറിയൊരു കുടിസ് മുറി. അപ്പം മാമനാണ് ടക്കനെ
കെയർ ചെയ്ത് ലിഫ്റ്റിനകത്ത് നിന്ന് തുണി മാറി. മാമനാണെങ്കിൽ തുണി മാറി പുറത്തിറങ്ങിയതും ആൾക്കാരെ ഫ്രണ്ടിൽ ഈ അടുക്ക സൈറ്റ് തുറന്നു വരില്ല, അതുപോലെ മാമൻ നിൽക്കുന്നു. മാമൻ്റെ ചാരിത്രം ഒന്നും അഴിഞ്ഞു വീഴാത്തത് മാമൻ്റെ മറ്റേ തോളിൻ്റെ ഒരു പച്ചക്കറിയുള്ള തോർത്തെടുത്തുകൊണ്ട് മാത്രം. സത്യം പറഞ്ഞാൽ എല്ലാവരും സ്വിമ്മിംഗ് സൂട്ട് ഇറങ്ങിയപ്പോൾ മാമൻ പച്ചക്കറിയുള്ള തോർത്തെടുത്ത് എല്ലാവരും മാമനെ കളിയാക്കി. മാമൻ്റെ തലയിൽ എണ്ണ വെച്ചപ്പോഴും എല്ലാവരും മാമനെ കളിയാക്കി. അങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കയറിപ്പോയി. മാമ ഉച്ചിയിൽ രാസനാഥപ്പൊടി ഇട്ടപ്പോഴും എല്ലാവരും മാമനെ കളിയാക്കി. അങ്ങനെ അടുത്ത ദിവസം ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് എല്ലാവരും പനിച്ച് പേവാടി കിടക്കുമ്പോൾ ഹോട്ടലിൽ മൊത്തം കിടക്കണം. അങ്ങനെ മറ്റേ മലയാളിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും തിന്നേണ്ട സാധനം ഉണ്ടല്ലോ പാരസെറ്റമോൾ. എല്ലാവർക്കും ഓരോ പിടി കൈകാരി കൊടുത്തിട്ട് മാമൻ പറഞ്ഞു, ഡോണ്ട് ജഡ്ജ് എ പേഴ്സൺ ബൈ ഹിസ് ലുക്ക്, ഡോണ്ട് ജഡ്ജ് എ വീഡിയോ ബൈ ഹിസ് തംബ്നെയിൽ, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഹിസ് കവർ. താങ്ക് യു.